ബംഗാളിലും തമിഴ്നാട്ടിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. ബംഗാളിൽ വോട്ട് ചെയ്യാൻ സ്ത്രീകളുടെ നീണ്ട നിരയാണ്. ഇതിനോടകം പല മണ്ഡലങ്ങളും 10% പിന്നിട്ടു. അസൻസോൾ, സിലിഗുഡി, മുർഷിദാബാദ് എന്നിവിടങ്ങളിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ബംഗാളിൽ പോളിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നീണ്ട നിരയാണ് നമുക്ക് പല പോളിംഗ് സ്റ്റേഷനിലും കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാനായി ആദ്യ നിരയിൽ തന്നെ ഉള്ളത്. ഇവിടെ അസൻസോൾ എന്ന് പറയുന്ന ജില്ല, അസൻസോൾ, ദുർഗാപൂർ, മുർഷിദാബാദ്, സിലിഗുഡി ജില്ലകളിൽ കനത്ത പോളിംഗ് ആണുള്ളത്. പലപ്പോഴും ജനക്കൂട്ടത്തെ നീണ്ട നിരയെ നിയന്ത്രിക്കാൻ കഴിയാതെ സുരക്ഷാ ഭടന്മാർ ഒരു സമയത്തേക്ക് വാതിൽ അടച്ചിടുകയും അതിനുശേഷം ആളുകളെ കടത്തിവിടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ 2500ഓളം കമ്പനികളാണ്, 2500 കമ്പനി കേന്ദ്രസേനയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇവിടെ നാട്ടുകാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുന്നത്. കാര്യം 2 ഘട്ടങ്ങളായിട്ടാണ് പോളിംഗ് നടക്കുന്നത്. സാധാരണ പല ഘട്ടങ്ങളിലായിട്ടാണ് പോളിംഗ് നടക്കുന്നതെങ്കിലും ഇത്തവണ 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അമിത്ഷാ ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിച്ചിരിക്കുകയാണ്. 27-ാം തീയതി ആണ് അദ്ദേഹം ബംഗാളിൽ നിന്ന് മടങ്ങുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, ഈ നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഇത്തവണയും BJP ഉയർത്തിക്കാട്ടിരിക്കുന്നത്. സാധാരണ മറ്റു സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരു കാരണവശാലും ഒരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പോകാറില്ല. പക്ഷേ ഇവിടെ നുഴഞ്ഞുകയറ്റക്കാർ വന്ന് ഇന്ത്യ നശിപ്പിക്കുകയാണ്, അതുകൊണ്ട് TMCക്ക് വോട്ട് ചെയ്യരുത് എന്ന് പരസ്യമായിട്ട് തന്നെ BJP, അത് കേന്ദ്രമന്ത്രിമാർ വാദിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ മമതാ ബാനർജി അതിന് കൃത്യമായി മറുപടി നൽകുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിൽ വരെ ഈ BJPക്കാർ ഇടപെടുന്ന ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു കാലമുണ്ടാകും. അതായത് നിങ്ങൾക്ക് MP-മാർ ഉൾപ്പെടെയുള്ളവർ, തൃണമൂൽ MP-മാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പലപ്പോഴും അവരുടെ ഇഷ്ടഭക്ഷണമായ മത്സ്യം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് നടത്തുന്നത്. SIR-ന് ശേഷം നടക്കുന്ന ആദ്യ വോട്ടെടുപ്പാണ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത്. മുർഷിദാബാദ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ വെട്ടിമാറ്റപ്പെട്ടത്. 5,44,000 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത്. ഇതെല്ലാം ജനരോഷം വളരെ ശക്തമായിട്ടുണ്ട്. ഇതെല്ലാം ജനം വളരെ ശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് TMCയും കോൺഗ്രസും CPM-ഉം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്.